ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നും ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മളൊരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ എന്തായാലും കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതേപോലെ നമ്മളൊരു റിബൺ എടുത്തിട്ട് കയ്യിൽ നല്ലതുപോലെ റോൾ ചെയ്തെടുക്കുക. 2 ഫോൾഡ് നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരറ്റം എടുത്ത് ഇതേപോലെ ഉള്ളിലോട്ട് എടുത്തിട്ട് തിരിച്ച് പുറത്തുകൂടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതേപോലെ അകത്ത് കയറ്റി കണ്ടോ. അത് നമ്മൾ ഡയറക്റ്റ് ആ സൈഡിൽ കൂടെ അല്ല, ഇപ്പുറത്തെ വശത്തൂടെ വേണം അത് ഉള്ളിലോട്ട് എടുത്തിട്ട് എന്നിട്ട് നല്ല ടൈറ്റിൽ നമ്മളത് വലിക്കണം. നമ്മൾ എത്രത്തോളം ടൈറ്റിൽ വലിച്ചെടുക്കുന്നോ അത്ര ഇതിൽ എങ്കിലേ അത് ഇതായിട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് അയഞ്ഞു പോവും. പിന്നെ നമ്മളത് ടൈറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. ഒന്ന് ഫോൾഡ് ആയി കഴിഞ്ഞാൽ ആ റിബണിൻ്റെ ആ ഒരു ഭംഗി പോവും. നമ്മളപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല ടൈറ്റിൽ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ആ ബാലൻസ് വന്നിരിക്കുന്ന ആ റിബണിൻ്റെ ലെങ്ത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം, ഒരേ ലെവലിലാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിൽ റിബൺ കെട്ടി വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ ഡ്രസ്സിലൊക്കെ ചെയ്യും. ഇപ്പം ഒരുപാട് പേര് ക്രോപ്പ് ടോപ്പിലൊക്കെ ഇതേപോലെ ചെയ്യാറുണ്ട്, ബോ ഡിസൈൻ ചെയ്യാറുണ്ട്. സെയിം അതേ ഡിസൈൻ തന്നെ ആയതും. അങ്ങനെ അതേ ബാലൻസ് വന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ അറ്റം നമുക്ക് ഇതേപോലെ കോൺ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അറ്റം ഒന്ന് ഉരുക്കി കൊടുത്താൽ നമുക്ക് ആ നൂല് പോകാതിരിക്കും. റിബണല്ലേ, പെട്ടെന്ന് അഴിഞ്ഞു പോകും. ഞാനിത് ഉരുക്കിയായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോയിൽ ഇത് ഉരുക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. എന്തെങ്കിലും വെച്ചൊന്ന് അതൊന്ന് ഉരുക്കി നല്ല നീറ്റായിട്ട് എടുത്താൽ അത് അഴിഞ്ഞു പോകാതെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അകത്തിലേക്ക് ഒരു ഹെയർ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ചോ അല്ലെങ്കിൽ നൂലും വെച്ച് തയ്ച്ചോ എങ്ങനെ വേണേലും വെക്കാം. ഞാനിപ്പോൾ താണ്ടെ ഈ കാണുന്നത് പോലെ അതിൻ്റെ ഒരറ്റം ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് അത് ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വലിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യാൻ ഞാൻ ആരോടും പറയുന്നില്ല, കാരണം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് അത് പിന്നെ അങ്ങ് അഴിഞ്ഞു പോയായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ അത് എടുക്കാഞ്ഞതാണ്. നിങ്ങളൊന്നെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് അത് ഒട്ടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂലും എടുത്താൽ ഒന്ന് തയ്ച്ചെടുത്താൽ മതി. അത് നല്ല ഇതായിട്ട് നിൽക്കും. കാരണം നമ്മളിത് ഇപ്പം വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമല്ലല്ലോ ചെയ്യുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വിട്ടല്ലേ. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ 2 കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മോഡൽ കുറച്ച് ബിസി ആയിരുന്നതുകൊണ്ട് ഇത് തലയിലിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്